നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പൊല്യൂഷൻ ആണ്. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മലിനീകരണം അല്ലെ. ഇവിടെ നോക്കൂ, ലിസൺ ടു വാട്ട് ആൻ എർത്ത് വോം സേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് എർത്ത് വോം പറയുന്നത് നമുക്ക് നോക്കാം. വി ആർ നോൺ ആസ് ദ ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ്. നൗ വി കനോട്ട് ലിവ് ഇൻ ദ സോയിൽ ഡ്യൂ ടു പൊല്യൂഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർഷകരുടെ കൂട്ടുകാർ എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ മലിനീകരണം കാരണം ഞങ്ങൾക്ക് മണ്ണിൽ ജീവിക്കാൻ കഴിയാതെ ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ പൊല്യൂഷൻ നമുക്ക് മെയിൻലി 3 ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ആണ് കേട്ടോ പഠിക്കാനുള്ളത്. സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാല് വെൻ ഇൻസൊല്യൂബിൾ ഓർ ഹാർംഫുൾ വേസ്റ്റ് മിക്സസ് വിത്ത് ദ സോയിൽ ഇറ്റ് കോസസ് സോയിൽ പൊല്യൂഷൻ. എന്താണ് മണ്ണില് അലിഞ്ഞു ചേരാത്തതും അതുപോലെ തന്നെ ദോഷകരമായ മാലിന്യങ്ങൾ മണ്ണുമായി ചേരുമ്പോഴാണ് അല്ലെ ഈ സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. വാട്ട് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും കാണുന്ന മാലിന്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ വേസ്റ്റുകളാണ് കാണാറ്? ഫുഡ് വേസ്റ്റ് ഉണ്ട് അല്ലെ, പ്ലാസ്റ്റിക് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, ഗ്ലാസ് വേസ്റ്റ്, മെറ്റൽ വേസ്റ്റ്, ക്ലോത്ത് വേസ്റ്റ് ആൻഡ് ഇലക്ട്രോണിക് വേസ്റ്റ് അല്ലെ. ഇത്രയും വേസ്റ്റ് മെറ്റീരിയൽസ് ആണല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ കാണുന്നത്. ഇവിടെ നോക്കൂ, ഒബ്സർവ് ദ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്താ പെസ്റ്റിസൈഡ്സ് ക്രോപ്സിനൊക്കെ അടിച്ചു കൊടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് പിക്ചറിൽ എന്താ പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ തന്നെ വിവിധ തരം വേസ്റ്റുകൾ എന്ത് ചെയ്തിരിക്കുന്നു, ഓപ്പൺ പ്ലേസിൽ ഡംപ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഈസ് ഇൻ ത്രോയിങ് ഓഫ് വേസ്റ്റ് ടു ദ സറൗണ്ടിങ്സ് ഹാർംഫുൾ ടു ഹാബിറ്റാറ്റ്സ്. എന്താണ് മാലിന്യങ്ങളെ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നത് ഹാബിറ്റാറ്റ്സിന് ദോഷകരമല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ആണ് അല്ലെ. യെസ്. ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ. അപ്പൊ നമ്മൾ ഇനി സോയിൽ പൊല്യൂഷന് കാരണമാകുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസ്. കൃഷിയിടങ്ങളിൽ അമിതമായിട്ട് കീടനാശിനി ഉപയോഗിക്കുന്നത് അതൊരു റീസൺ ആണ്, സോയിൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. എന്താണ്? അമിതമായ രാസവള പ്രയോഗം കേട്ടോ. ഇനി വേറെ ഏതൊക്കെ നമുക്ക് ആക്ടിവിറ്റീസ് പറയാൻ പറ്റും? ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ എന്തൊക്കെ പറയാം? ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് പറയാം അല്ലെ, ഡംപിങ് ഗാർബേജ് ഇൻ ഓപ്പൺ ലാൻഡ് പറയാം, ബേണിംഗ് ഗാർബേജ് അല്ലെ. ഇതൊക്കെ എന്താണ്? സോയിൽ പൊല്യൂഷന് കാരണമാകുന്ന ആക്ടിവിറ്റീസ് ആണ് അല്ലെ. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഡസ് സോയിൽ പൊല്യൂഷൻ എഫക്ട് ദ എക്കോസിസ്റ്റം. അതായത് സോയിൽ പൊല്യൂഷൻ എങ്ങനെയാണ് എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് പറയാം? സോയിൽ എന്ന് പറയുന്നത് വാസസ്ഥലമാണ് അല്ലെ. സോയിൽ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ കണ്ടില്ല, നമ്മൾ നേരത്തെ കണ്ടില്ലേ എർത്ത് വോം പറയുന്നത്. എർത്ത് വോമിനൊന്നും സോയിലിൽ ജീവിക്കാൻ ഇപ്പൊ കഴിയുന്നില്ല, പൊല്യൂഷൻ കാരണം എന്ന് പറഞ്ഞു കണ്ടില്ലേ. സോയിൽ പൊല്യൂഷൻ ഹാർംസ് ദ എക്കോസിസ്റ്റം ഇൻ മെനി വേസ്. ടൈനി ക്രീച്ചേഴ്സ് ലിവിംഗ് ഇൻ ദ സോയിൽ ലോസ് ദയർ ഹോംസ്. അതായത് മണ്ണിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ ജീവികൾക്ക് അവരുടെ ഹാബിറ്റാറ്റ്സ് നഷ്ടാവും അല്ലെ. അടുത്തൊരു പോയിന്റ്, ദ സോയിൽ ലോസസ് ഇറ്റ്സ് ഫെർട്ടിലിറ്റി മേക്കിംഗ് ഇറ്റ് ഹാർഡ് ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ. മണ്ണിന്റെ ഫലഭൂഷ്ഠിത നഷ്ടപ്പെടുന്നു, ഇത് സസ്യങ്ങൾക്ക് വളരാൻ പ്രയാസമാക്കുന്നു. അടുത്തൊരു പോയിന്റ്, അനിമൽസ് ദാറ്റ് ഈറ്റ് പ്ലാന്റ്സ് ഓർ ലിവ് ഇൻ ദ സോയിൽ ക്യാൻ ഗെറ്റ് സിക്ക്. അതായത് ഈ മണ്ണില് വളരുന്ന പ്ലാന്റ്സിനെ കഴിക്കുന്ന അനിമൽസ് അതുപോലെ തന്നെ ഈ മണ്ണിൽ ജീവിക്കുന്ന അനിമൽസും എന്തായി മാറുന്നു? അസുഖബാധിതരാകുന്നു കേട്ടോ. Then next point, dirty soil can also pollute water. മണ്ണ് മലിനമായാല് വെള്ളവും മലിനമാകുന്നു എന്നാണ് കേട്ടോ. ഇനി എന്താ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വാട്ട് ആർ അതർ ഫാക്ടേഴ്സ് വിച്ച് ഗെറ്റ് പൊല്യൂട്ടഡ് ലൈക്ക് ദീസ് ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതുപോലെ നമ്മുടെ പരിസരത്ത് മറ്റെന്തെല്ലാമാണ് മലിനമാക്കപ്പെടുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഒക്കെയാണ് നമ്മൾ സോയിൽ പൊല്യൂഷൻ ഇപ്പൊ കണ്ടു. ഇതുപോലെ മലിനമാക്കപ്പെടുന്നത് ഏതൊക്കെയാ? എയർ, വാട്ടർ അല്ലെ. other things that get polluted in our surroundings are air and water എന്ന് എഴുതുക. അപ്പൊ ഇനി നമ്മള് എയർ പൊല്യൂഷനും അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ് കേട്ടോ ഇനി പഠിക്കാൻ പോകുന്നത്. എയർ പൊല്യൂഷൻ മീൻസ് ഡേർട്ടി ഓർ ഹാർംഫുൾ തിങ്സ് ആർ മിക്സഡ് ഇൻ ദ എയർ. എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത് മലിനമായതും അതുപോലെ തന്നെ ദോഷകരവുമായ വസ്തുക്കള് എയറുമായിട്ട് കലരുമ്പോഴാണ് അല്ലെ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഡേർട്ടി തിങ്സ് അല്ലെങ്കിൽ ഹാർംഫുൾ തിങ്സ് എന്ന് പറഞ്ഞത് എന്തൊക്കെയാവാം? ദിസ് ക്യാൻ ബി സ്മോക്ക്, ഡസ്റ്റ്, ഹാർംഫുൾ ഗ്യാസസ് ഓർ കെമിക്കൽസ്. ഈ പുകയും അതുപോലെ തന്നെ പൊടിയും അതുപോലെ തന്നെ ഹാർംഫുൾ ഗ്യാസസും കെമിക്കൽസും ഒക്കെ എവിടുന്നാ വരുന്നത്? ദേ കം ഫ്രം വെഹിക്കിൾസ്, ഫാക്ടറീസ് ആൻഡ് ബേണിംഗ് വേസ്റ്റ്. ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. വായുമലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
എന്തൊക്കെയാണ്? എയർ പൊല്യൂഷൻ മേക്സ് ദ എയർ അൺഹെൽത്തി ടു ബ്രീത്ത് ഫോർ പീപ്പിൾ, അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. എന്താണ്? വായുമലിനീകരണം മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ശ്വസിക്കാൻ കഴിയാത്ത വായുവാക്കി മാറ്റുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ക്യാൻ ലീഡ് ടു മെനി ഡിസീസസ് ലൈക്ക് ലങ് പ്രോബ്ലംസ് ആൻഡ് ഹാർട്ട് ഇഷ്യൂ. ഹൃദയവും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകുന്നു. അനിമൽസ് ആൾസോ ഗെറ്റ് സിക്ക് ബൈ ബ്രീത്തിങ് പൊല്യൂട്ടഡ് എയർ. മലിനമായ വായു ശ്വസിച്ചിട്ട് മൃഗങ്ങളും അസുഖബാധിതരാകുന്നു. പൊല്യൂട്ടഡ് എയർ ആൾസോ എഫക്ട്സ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. വായുമലിനീകരണം ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്നു. അപ്പൊ നമ്മൾ എയർ പൊല്യൂഷന്റെ ഹാംഫുൾ എഫക്ട്സ് പറയുന്ന സമയത്ത് എന്താണ്? ഹ്യൂമൻസിനെ എന്താണ് എഫക്ട് ചെയ്യുന്നത്, ദെൻ അനിമൽസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അത് ഹാംഫുൾ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ആർ ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ എക്സെട്ര. ആസിഡ് മഴ, ആഗോള താപനം, ഓസോൺ പാളിയുടെ നാശം എന്നിവയെല്ലാം വായുമലിനീകരണത്തിന്റെ ദോഷഫലങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഹാംഫുൾ എഫക്ട്സ് എന്ന് പറയുന്നത്, എയർ പൊല്യൂഷന്റെ ഹാംഫുൾ എഫക്ട്സ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ പൊല്യൂഷൻ ആണ്. അപ്പൊ എന്താണ് ഈ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാല്? വാട്ടർ പൊല്യൂഷൻ മീൻസ് ഡേർട്ടി ഓർ ഹാംഫുൾ തിങ്സ് ആർ മിക്സ്ഡ് ഇൻ ടു വാട്ടർ ബോഡീസ് ലൈക്ക് റിവേഴ്സ്, ലേക്സ് ഓർ ഓഷ്യൻസ്. ജലസ്രോതസ്സുകളായ നദികള്, തടാകങ്ങള്, സമുദ്രങ്ങളിലെല്ലാം ദോഷകരമായതോ മലിനമായതോ ആയ വസ്തുക്കള് കലരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സർക്കംസ്റ്റൻസസ് ആണ് കേട്ടോ. എപ്പോഴൊക്കെയാണ് ഈ വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നത്, അതിന്റെ സന്ദർഭങ്ങളാണ് നോക്കുന്നത്. ഇൻ വിച്ച് സർക്കംസ്റ്റൻസസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ്? എപ്പോഴൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്? വെൻ പീപ്പിൾ ത്രോ ഗാർബേജ് ഇൻ ടു റിവേഴ്സ്, ലേക്സ്, ഓഷ്യൻസ്, ആൻഡ് ഫാക്ടറീസ് റിലീസ് ഡേർട്ടി വാട്ടർ ഇൻ ടു വാട്ടർ ബോഡീസ്, വെൻ സ്വീയേജ് ഈസ് ലെറ്റ് ഇൻ ടു വാട്ടർ ബോഡീസ് വിത്തൗട്ട് ക്ലീനിങ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് അതർ കെമിക്കൽസ് മിക്സിംഗ് ഇൻ വാട്ടർ. മാലിന്യങ്ങള് റിവേഴ്സിലോ ലേക്സിലേക്കോ വലിച്ചെറിയുന്നത് കൊണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആവും. ഫാക്ടറീസിലുള്ള ഡേർട്ടി വാട്ടർ ബോഡീസിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ടും വാട്ടർ പൊല്യൂട്ടഡ് ആവും. മലിനജലം നേരവണ്ണം വൃത്തിയാക്കാതെ വാട്ടർ ബോഡീസിലോട്ട് ഒഴുക്കി കളയുന്നത് കൊണ്ടും എന്താണ്? വെള്ളം പൊല്യൂട്ടഡ് ആവാം. അടുത്തത് എന്താണ്? കീടനാശിനികളോ അല്ലെങ്കിൽ കെമിക്കൽസ് എല്ലാം വെള്ളത്തിൽ മിക്സ് ആയി കഴിഞ്ഞാലും എന്താണ്? വാട്ടർ പൊല്യൂട്ടഡ് ആവാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാംഫുൾ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ്. ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ എഫക്ട് ലിവിംഗ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ്? അതന്നെയാണ് കേട്ടോ ഈ ഹാംഫുൾ എഫക്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ വാട്ടർ പൊല്യൂഷന്റെ. എന്തൊക്കെയാണ്? പൊല്യൂട്ടഡ് വാട്ടർ കോസസ് വേരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഡിസീസസ്. അതായത് നമ്മൾ മലിനജലം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും ധാരാളം രോഗങ്ങളും ഒക്കെ വരും അല്ലെ. ദെൻ വാട്ടർ പൊല്യൂഷൻ റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ വാട്ടർ വിച്ച് ഈസ് ഹാംഫുൾ ടു ഫിഷ് ആൻഡ് അതർ അക്വാറ്റിക് അനിമൽസ്. ജലമലിനീകരണം വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും അത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് അക്വാട്ടിക് അനിമൽസ് അതുപോലെ തന്നെ ഫിഷിനുമെല്ലാം ദോഷകരമാണ്. പൊല്യൂഷൻ ആൾസോ എഫക്ട്സ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് അല്ലെ. എന്താണ്? എങ്ങനെയാ? നമുക്കറിയാം പ്ലാന്റ്സിന് വളരാൻ വേണ്ടിയിട്ട് വെള്ളം വേണം അല്ലെ. അപ്പൊ മലിനജലമാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഇത്രയാണ് കേട്ടോ പൊല്യൂഷനിൽ ഉള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ബൈ.